എവിടെയാ ജയ്പൂരിലെ ശരിക്കുള്ള സംഭവം ഇതാണോ? അല്ലതേ കണ്ടില്ല എന്ത് പോവാ അവിടെ വെച്ച് ഫ്ലിപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? അവിടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫ്ലിപ്പൊക്കെ ഉണ്ടായിരുന്നോ? അതിനൊന്നും സമയമില്ല, ഡയലോഗൊക്കെ പഠിക്കണ്ടേ. തകർത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇതേപോലെ തന്നെയാണോ? ഓരോ വൈബാണോ? ആസിഫിക്കായിട്ട് ഭയങ്കര കൂട്ടായിരുന്നോ? ആണോ? ഇനിയും ചെയ്യണോ ആസിഫിക്കായിട്ട് സിനിമ? അങ്ങനെയൊക്കെ ഉണ്ടോ? അടിപൊളി. അടിപൊളിയായിട്ട് നല്ല പടം, നല്ല ആസിഫ് അലി അടിപൊളിയായി. ആ ഫാമിലീസെല്ലാം വന്ന് കാണാൻ പറ്റുന്ന പടം. സൂപ്പറാണ്, അടിപൊളി അടിപൊളി ഡയറക്ഷൻ, നന്നായിട്ടുണ്ട്. നല്ല പടം, നല്ല നല്ല പാരന്റിങ്, അതൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മൂവിയാണ്. ഫാമിലി മൂവി, മസ്റ്റായിട്ട് എല്ലാ പേരൻസും കണ്ടിരിക്കേണ്ട ഒരു മൂവി. അതായത് ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള അങ്ങനെയുള്ള പേരൻറ്റിങ്ങിൻ്റെ കുറേയധികം പ്രശ്നങ്ങൾ സംസാരിക്കുന്ന നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഒരു പടമാണെന്ന് ഞാൻ പറയും. നല്ലപോലെ കാര്യം നല്ലൊരു തമർ മാജിക്, അടിപൊളി. ആസിഫ ഒരേ പൊളി, ഒരു രക്ഷയില്ല. ഇമോഷൻസ് വാരി വെതറിയിട്ടുണ്ട്, അടിപൊളി. ആക്ടിങ് ആയിരുന്നു, സൂപ്പറായിരുന്നു. ഇത് ഹിറ്റാവും ഉറപ്പാ. ആ, കുറേ കാര്യം അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഒന്നാമത് തന്നെ ഇപ്പോൾ ആസിഫ് അലി നമുക്കറിയാം, ആസിഫ് അലി ഈ ഇമോഷണൽ സാധനങ്ങൾ കണക്ട് ചെയ്യുന്നതിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ഇതാണ്. അത് ആസിഫ് അലി നമ്മൾ സ്ക്രീനിൽ അതേ ഇമോഷണൽ ആകുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ നമ്മൾ അതിന് കൂടെ ചേരുക എന്നുള്ള രീതിയിലുള്ള ഒരു അഭിനയമാണ് ആസിഫ് അലിയുടെ. അത് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അതുപോലെ തന്നെ ഓർഹൻ എന്ന് പറയുന്ന ഈ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന ഈ താരം, അതേ ആസിഫ് അലിയുടെ കൂടെ തന്നെ ആ കുട്ടി, ഒന്നാമത് തന്നെ ആസിഫ് അലിയുടെ ഇമോഷൻ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ ഇമോഷനും അവരെ തമ്മിലുള്ള റിലേഷൻ അതിഗംഭീരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇത് ഗോവിന്ദ് വസന്ത് ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതായത് ഈ ഇമോഷനെ എങ്ങനെയാണ് ഇമോഷനെ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അതിഗംഭീരമായിട്ട് ഗോവിന്ദ് വസന്ത് അതിൻ്റെ സ്കോർ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ കേരളത്തിൽ വിട്ടിട്ട് ഒരു ഗൾഫിൽ നടക്കുന്ന ഒരു കഥ, അവിടെ തന്നെ ഷൂട്ട് ചെയ്ത കഥ ഭയങ്കര ഓതൻറ്റിക്കായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ നമ്മൾ സെൻറ്റിമെൻറ്റ്സ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് അങ്ങനെ ഇമോഷൻ കുത്തിയിറച്ചല്ല, സ്വാഭാവികമായിട്ട് അവർ വരുന്ന സിറ്റുവേഷനും അത് 2-3 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു കഥ വളരെ രസകരം എന്ന് പറയാൻ പറ്റില്ല, വളരെ ഇമോഷണലി ടച്ചിങ് ആയിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആസിഫ് അലി ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, അതായത് അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ ആസിഫ് അലി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ മുന്നിലാണ്. അക്കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ട ഒരു റോളാണ് സർക്കിട്ടിലെ ഈ റോളും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആസിഫ് അലി ഇഷ്ടപ്പെടുന്നവർക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലി മൂവി ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്.